കോൺഗ്രസ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനു പിന്നാലെ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ എടുത്ത നടപടികൾ തിരിച്ചടിയായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്താക്കിയ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവാണ്. പൊതുമധ്യത്തിൽ മുഖം കാണിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തകർക്കുമെന്നാണ് വെല്ലുവിളി. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീകാന്ത് ജനയെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. മറ്റൊരു നേതാവ് കൃഷ്ണചന്ദ്രയെയും പുറത്താക്കിയിരുന്നു. ഒട്ടേറെ നേതാക്കൾക്കെതിരെ അച്ചടക്ക ലംഘനത്തിന് പരാതികൾ നിലനിൽക്കുമ്പോൾ രണ്ടുപേരെ മാത്രം പുറത്താക്കിയതിനോട് ചില സംസ്ഥാന നേതാക്കൾ വിയോജിപ്പ് അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ശ്രീകാന്ത് ജന ആരോപിക്കുന്നത്. ഒഡീഷയിലെ പട്നായിക് കുടുംബത്തിനും ഖനി മാഫിയയ്ക്കും മുൻപിൽ രാഹുൽ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ആരോപണം. താങ്കൾ ഒഡീഷയിലെ ജനങ്ങൾക്കൊപ്പമാണോ അതോ ഖനി മാഫിയയ്ക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ താൻ രാഹുലിന് എഴുതിയിരുന്നു എന്നും ശ്രീകാന്ത് ജന പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ മുഖം ജനുവരി 25-ന് പുറത്തു കാണിക്കുമെന്നും ആരാണ് രാഹുൽ ഗാന്ധി എന്നും എന്താണ് രാഹുൽ ഗാന്ധി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് താൻ ബോധ്യപ്പെടുത്തുമെന്നും ശ്രീകാന്ത് ജന പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.